നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. താണ നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യൂ. ഈ മനോഹരമായ വാചകം നമ്മിൽ പലരും പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. വെള്ളം സ്വാഭാവികമായും താഴ്ന്ന നിലങ്ങളിലേക്കാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ദൈവകൃപയും അഹങ്കാരത്തിന്റെ ഉന്നതികളിലേക്കല്ല, വിനയമുള്ള ഹൃദയങ്ങളിലേക്കാണ് ഒഴുകുന്നത് എന്ന സത്യം വെളിപ്പെടുത്തുവാൻ ഉതകുന്നതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വേദഭാഗം. പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിലേക്ക് പോയ 2 പേരെ കുറിച്ചുള്ള ഉപമയാണത്. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. യഹൂദ സമൂഹത്തിലെ മത നേതാക്കളും നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്നവരുമായിരുന്നു പരീശന്മാർ. അതിനാൽ തങ്ങൾ ഏറ്റവും മികച്ചവരും ദൈവത്തോടടുത്തവരുമാണെന്ന് അവർ കരുതി. അന്നത്തെ യഹൂദ സമൂഹത്തിൽ റോമൻ ഗവൺമെന്റിനു വേണ്ടി നികുതി ഈടാക്കുന്നവരായിരുന്നതിനാൽ രാജ്യദ്രോഹികളായും അധികം പണം വാങ്ങുകയും ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് പാപികളായും സമൂഹം ചുങ്കക്കാരെ കണക്കാക്കിയിരുന്നു. മതപരമായി പോലും അവർ അവഗണന നേരിട്ടിരുന്നു. പരീശൻ തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. ഞാൻ എന്ന ഭാവമാണ് അവന്. ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റുള്ളവരെ വിധിച്ചും തന്റെ നന്മകളെ എണ്ണി പറഞ്ഞുമാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ സംബോധന ചെയ്തെങ്കിലും സ്വയം പ്രശംസയായിരുന്നു അതിൽ മുന്നിട്ട് നിന്നത്. അവൻ ഉപവസിക്കുന്നത് മറ്റുള്ളവരെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനുമായിരുന്നു. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒന്നും സ്വയം നീതീകരണത്തിനും അവരെ നോവിക്കാനുമുള്ളതാകരുത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. അവൻ ഒരുപക്ഷെ ദേവാലയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടായിരിക്കാം പ്രാർത്ഥിച്ചത്. എന്നാൽ ചുങ്കക്കാരൻ ദേവാലയത്തിന്റെ ദൂരെ ഒരു കോണിൽ തലയുയർത്തി നോക്കുവാൻ പോലും ആവാതെ പാപബോധത്തോടെ ചങ്കത്തടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഏറ്റവും ചെറിയ ഒരു പ്രാർത്ഥന, ദൈവമേ, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ. തകർന്ന ഹൃദയത്തോടെ ലളിതമായ വാക്കുകളാൽ തന്റെ നന്മകളൊന്നും എടുത്തു പറയാതെ ദൈവകൃപ മാത്രം അഭ്യർത്ഥിച്ചു. താൻ ആരാണെന്ന ഉത്തമ ബോധ്യം അവനുണ്ടായിരുന്നു. തന്റെ പ്രാർത്ഥന ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അവന്റെ ഹൃദയം ദൈവ മുമ്പാകെ തുറന്നിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്ന്. മറ്റവൻ അങ്ങനെയല്ല എന്നുകൂടി പറയുന്നുണ്ട്. കാരണം സ്വയനീതീകരണവും താരതമ്യപ്പെടുത്തലുകളും നടത്തുന്നതിനിടയിൽ തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുവാൻ അവന് സാധിച്ചില്ല. ആത്മീയ പ്രവൃത്തികളല്ല, ദൈവകൃപയാണ് രക്ഷയ്ക്ക് ആധാരമെന്ന് പരീശൻ മറന്നുപോയി. പിന്നീട് കർത്താവ് പറയുന്നത് ശ്രദ്ധേയമാണ്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. വിനയത്തിന്റെ നല്ലൊരു മാതൃകയാണ് ചുങ്കക്കാരന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് വ്യക്തമാക്കി തരുന്നത്. വിനയം എന്നത് സ്വയം വില കുറച്ച് കാണിക്കുന്നതോ അമിത ലാളിത്യം പ്രകടിപ്പിക്കുന്നതോ ഒന്നുമല്ല. ദൈവമഹത്വത്തിന് മുൻപിൽ നമ്മുടെ യഥാർത്ഥ സ്ഥാനം തിരിച്ചറിയുക എന്നതാണ്. അതിനാലാണ് യെശയ്യാ പ്രവാചകൻ, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്ന് നിലവിളിച്ച് പറഞ്ഞത്. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി വിനയത്തിന്റെ മാതൃകയായി ലളിത ജീവിതം നയിച്ചവരും നയിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുമുണ്ട്. മാർത്തോമ സഭയുടെ 19ാമത്തെ മെത്രാപ്പോലീത്തയായിരുന്ന കാലം ചെയ്ത ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത തന്റെ ജീവിതത്തിൽ വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും നല്ലൊരു മാതൃകയായിരുന്നു എന്നതിൽ സംശയമില്ല. സഭയുടെ പരമോന്നത പദവിയിലിരിക്കുമ്പോഴും സാധാരണക്കാരിൽ ഒരാളായി ഇടപഴകുവാനും ലളിത ജീവിതം നയിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. PhD ഉൾപ്പെടെ ഉന്നത ബിരുദങ്ങൾ ഉണ്ടായിരുന്നിട്ടും തന്റെ അറിവോ പദവിയോ ഉയർത്തിക്കാട്ടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. തന്റെ ജീവിതത്തിലെ ഉയർച്ചകളും നേട്ടങ്ങളുമെല്ലാം ദൈവകൃപയാൽ മാത്രം ലഭിച്ചതാണെന്ന് തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്തോമ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വമേധയാ മെത്രാപ്പൊലീത്ത സ്ഥാനമൊഴിഞ്ഞ് തന്റെ പിൻഗാമിയെ അടുത്ത മെത്രാപ്പൊലീത്തയായി വാഴിച്ച് വിനയത്തിന്റെയും പക്വതയുടെയും മാതൃക കൂടി കാട്ടിയിരുന്നു തിരുമേനി. തിരുവചനത്തിലൂടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടിയും വസിക്കുന്നു. പ്രിയമുള്ളവരെ, വിനയത്തിന്റെ ഏറ്റവും നല്ലൊരു മാതൃക നമുക്കുള്ളത് യേശുക്രിസ്തുവാണ്. സ്വർഗോന്നതികളെ വെടിഞ്ഞ് സ്വയം ശൂന്യനാക്കി മർത്യപാപത്തെ കുരിശിൽ ചുമന്നൊഴിക്കുവാൻ സ്വന്തം ജീവൻ നൽകിയവൻ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് നൽകുന്ന മാതൃകകൾ എങ്ങനെയുള്ളതാണ്? പലപ്പോഴും ആ പരീശൻ നമ്മുടെ ഉള്ളിലും രൂപം കൊള്ളാറില്ലേ? ചിന്തിക്കുക. സ്വയത്തിൽ ആശ്രയിച്ച് ദൈവം മുമ്പാകെ ഹൃദയം തുറക്കാതെ സ്ഥാനമാനങ്ങളിലും സമ്പത്തിലും ഭൗതിക നേട്ടങ്ങളിലുമൊക്കെ പുകഴുന്നവരായി ദൈവത്തിന് പ്രാധാന്യം നൽകാതെ
സ്വന്തം കഴിവിലും ശക്തിയിലുമൊക്കെ ആശ്രയിക്കുന്നവരാകുന്നില്ലേ? നമ്മുടെ നോമ്പുകളും ഉപവാസങ്ങളുമെല്ലാം മറ്റുള്ളവരെ വിമർശിക്കുന്നതിനും അവരെ വേദനിപ്പിക്കുന്നതിനുമുള്ള താരതമ്യപ്പെടുത്തലുകളാകുന്നുവോ? എന്നാൽ ആ ചുങ്കക്കാരനെ പോലെ കർത്താവെ, എന്നോട് കരുണ തോന്നണമേ എന്ന ചെറിയ പ്രാർത്ഥന തകർന്ന ഹൃദയത്തോടെ ഒന്ന് പറയുവാൻ കഴിഞ്ഞാൽ, ഹൃദയങ്ങളെ ഒന്ന് തുറക്കുവാൻ സാധിച്ചാൽ, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. തീർച്ചയായും കൃപയാൽ നമ്മെ നിറയ്ക്കും. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായി നമുക്കും ജീവിക്കുവാനാകും. സമൂഹത്തിലും ഭവനത്തിലും സഭയിലുമൊക്കെ വിനയത്തിന്റെ മാതൃക കാട്ടിക്കൊടുക്കുന്നവരാകുവാൻ കർത്താവ് നമ്മെയും വിളിക്കുകയാണ്. ഈ നോമ്പിന്റെ നാളുകളിൽ അതിനായി നമുക്കൊരുങ്ങാം. പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുവാനും നീതീകരിക്കപ്പെട്ടവരായി വിനയത്തിന്റെ മാതൃകകളായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.